ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ വികെ. 2026 +1 മോഡൽ എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചോദ്യങ്ങൾ കൂടുതൽ എഫേർട്ട് ഇട്ടുകൊണ്ട് ഒന്നിലധികം തവണ നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഏതൊക്കെയാണ് ചോദ്യങ്ങളെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സിലെയും വ്യക്തമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ എല്ലാ ചാപ്റ്റേഴ്സിലെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ വരുന്ന മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ചോദിക്കുന്ന രീതിയിലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ളത്. നമുക്കറിയാം, ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ കുറേയധികം കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ കൂടി തന്നെ 6 മാർക്കിനായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി, ഓക്സിലറീസ് ടു ട്രേഡ്, റിസ്ക്, സ്റ്റാർട്ടിംഗ് എ ബിസിനസ്, ബേസിക് ഫാക്ടേഴ്സ്, ഇങ്ങനെ അധികം കോൺസെപ്റ്റുകൾ ഈ ചാപ്റ്റേഴ്സിലുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ രണ്ടാമത്തെ ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. +1 ബിസിനസ് സ്റ്റഡീസിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. 5 ഫോംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ കോൺസെപ്റ്റ് ചോദിക്കുന്നത് ജോൺ സ്റ്റോക്ക് കമ്പനിയെക്കുറിച്ചും പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ചോദിക്കാൻ സാധ്യത കൂടുതൽ. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളും വർക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. ദെൻ മൂന്നാമത്തെ ചാപ്റ്റർ പ്രൈവറ്റ്, പബ്ലിക്, ഗ്ലോബൽ എന്റർപ്രൈസസ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിന് 6 മാർക്കാണ് പരീക്ഷയ്ക്ക് വരുന്നത്. നമുക്കറിയാം, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിനെ കുറിച്ചും MNCനെ കുറിച്ചുമാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ നാലാമത്തെ ചാപ്റ്റർ ബിസിനസ് സർവീസ്, 10 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ്, ബാങ്കിങ് എന്ന് തുടങ്ങിയിട്ടുള്ള നമുക്കറിയാം ബിസിനസ് സർവീസിനെ കുറിച്ച് ഈ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് ആണ്. 5 മാർക്കിനാണ് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാറുള്ളത്. ചെറിയൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ ആറാമത്തെ ചാപ്റ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 6 മാർക്കിനായിരിക്കും ഈ ഒരു ചാപ്റ്ററിന് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നിങ്ങൾ ഈ ചാപ്റ്ററും പ്രിപ്പയർ ചെയ്ത് വെക്കുക. ദെൻ ഏഴാമത്തെ ചാപ്റ്റർ ഫോർമേഷൻ ഓഫ് എ കമ്പനിയാണ്. അല്ലെ, 8 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഷോർട്ട് എസ്സേ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു കമ്പനി ഫോർമേഷന് എന്തൊക്കെ സ്റ്റേജസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 2 ഡോക്യുമെന്റുകളുണ്ട്. ആ ഡോക്യുമെന്റുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ എട്ടാമത്തെ ചാപ്റ്റർ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് ആണ്. ഈ ഒരു ചാപ്റ്റർ നിന്നും 8 മാർക്കിനാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഒരു ബിസിനസ്സിന് ഏതെല്ലാം സോഴ്സസ് നിന്നാണ് ഫൈനാൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപാട് സോഴ്സുകളുണ്ട്. ആ സോഴ്സുകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഏത് സോഴ്സ് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ 9ാമത്തെ ചാപ്റ്റർ MSME അല്ലെങ്കിൽ ബിസിനസ് ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനും നമുക്ക് ഒരു 4 മാർക്കിന് മാത്രമേ ചോദ്യങ്ങൾ വരാറുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഈ ചാപ്റ്റർ നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണമെന്നില്ല. എന്നിൽ പോലും തന്നെ 4 മാർക്കിന് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. ദെൻ 10ാമത്തെ ചാപ്റ്റർ ഇന്റേണൽ ട്രേഡ് എന്ന ചാപ്റ്ററാണ്. ഇതിന് 10 മാർക്കിനാണ് എക്സാമിന് ചോദ്യങ്ങൾ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഓഫ് റീറ്റെയിൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഹോൾസെയിലറെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ഇന്റർനാഷണൽ ബിസിനസ് പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ 2 പാർട്ടിൽ നിന്നും കൂടി 5 മാർക്കിനെ ചോദ്യങ്ങൾ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട്. സോ കഴിഞ്ഞ തവണ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഇന്റർനാഷണൽ ബിസിനസ്സും ഡൊമസ്റ്റിക് ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് എന്നിങ്ങനെയുള്ള ടോപ്പിക്കുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇത്രയും ചാപ്റ്റേഴ്സ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. 12 മാർക്കിനാണ് രണ്ടാമത്തെ ചാപ്റ്ററിന് ചോദിക്കാം. അതേപോലെ തന്നെ ബിസിനസ് സർവീസ് എന്ന ചാപ്റ്റർ 10 മാർക്കിന് ചോദിക്കാറുണ്ട്. ദെൻ നമുക്കറിയാം ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 10 മാർക്കിന് ചോദിക്കാറുണ്ട്. ദെൻ 8 മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനിയും സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസും എന്ന ചാപ്റ്റർ. സോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ മാർക്ക് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. കൂടുതൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടതും ഈ ഒരു ചാപ്റ്റേഴ്സ് തന്നെയാണ്. സോ ഈ ചാപ്റ്റേഴ്സ് എന്നുള്ള ചോദ്യങ്ങൾ കൂടുതൽ തവണ വർക്കൗട്ട് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അങ്ങനെ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതും അതേപോലെ തന്നെ പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒന്നും കൂടി സ്ട്രോങ് ആക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ വിശ്വസിക്കുക. ബി കോൺഫിഡൻറ്റ്. കൂടെ ഞങ്ങളും ഉണ്ടായിരിക്കും. യൂട്യൂബ് ക്ലാസ്സുകളാണെങ്കിലും നമ്മൾ ആപ്പിലൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. എൻഡ് ഗെയിം സീരീസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സോ ഇനിയും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻഡ് ഗെയിം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് റിവൈസ് ചെയ്യാം. ചോദ്യങ്ങളും കാര്യങ്ങളും ഷോർട്ട് നോട്ടും ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, റിവൈസ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. സോ ഇത് ഇനിയും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. സോ അടിപൊളിയായിട്ടിരിക്കുക. നമ്മൾ കൂടെ ഉണ്ടായിരിക്കും. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.